എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വളരെ കാഷ്വലായി കുറച്ച് കാര്യങ്ങൾ സംവദിക്കണമെന്ന് എനിക്ക് താല്പര്യം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ആ വീഡിയോയുടെ താഴെ നിരവധി ആളുകൾ, ചില സ്നേഹിക്കുന്ന ആളുകളൊക്കെ തന്നെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പ്രവചനത്തിന് എന്തു പറ്റി, അതുപോലെ കേരള തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ പ്രവചനവും കൂടി ഒന്ന് അനലൈസ് ചെയ്യാമോ എന്നുള്ളതെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമേ തന്നെ പറയട്ടെ, എൻ്റെ പ്രവചനം തെറ്റിപ്പോയി. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ആഹ്ലാദമുണ്ടാവും, ചില ആളുകൾക്ക് വിഷമമുണ്ടാവും. പക്ഷേ രണ്ടാണെങ്കിലും ഞാൻ ഒരുപോലെ സ്വീകരിക്കുന്നു. എന്നെ സംബന്ധിച്ചൊന്നും അത്ര വലുതായി എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഞാൻ 8-9 പ്രവചനങ്ങൾ ഇതിനു മുമ്പ് നടത്തി. അതെല്ലാം കറക്റ്റായിരുന്നപ്പോഴും തന്നെ ഞാൻ വലിയ രീതിയിലൊന്നും ആഘോഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും തെറ്റുമ്പോഴാണ് പലപ്പോഴും ആളുകൾ കൂടുതലായി ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളതും എനിക്കറിയാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുറച്ചുകൂടി റീച്ചെല്ലാം വരുന്നത് ഇപ്പോഴാണ് എന്നുള്ളത് കൊണ്ടാണ്. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, എന്നെ വിമർശിക്കുന്നവരോട് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, നിങ്ങൾ എന്നെ വിമർശിച്ചോളൂ, അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല. ഒരു തെറ്റ് പറ്റിയാൽ ആ തെറ്റ് എങ്ങനെ പറ്റിയെന്നും എന്തുകൊണ്ട് സംഭവിച്ചു എന്നെല്ലാം കൃത്യമായി അനലൈസ് ചെയ്യുകയും അത് ഓരോ ദിവസങ്ങളിലും റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്നെ അത് വലുതായിട്ടൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞോട്ടെ. ഇതൊരു അഹങ്കാരമായിട്ടൊന്നും നിങ്ങൾ എടുക്കരുത്. ഞാൻ വളരെ പ്ലെയിനായി എൻ്റെ മനസ്സ് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിച്ചതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്നെപ്പോലെ പ്രവചിക്കാത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഈ നാട്ടിലുണ്ട്. ആ ആയിരക്കണക്കിന് ആളുകളെല്ലാം സേഫാണ്. കാരണം അവരൊരു പ്രവചനവും നടത്തിയിട്ടില്ല, അവരൊരു മത്സരത്തിലും പങ്കെടുത്തിട്ടില്ല. പക്ഷേ അങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ പലപ്പോഴും ഒട്ട മത്സരത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും തോക്കില്ല. കാരണം പങ്കെടുത്താൽ ചിലപ്പോൾ നമ്മൾ തോറ്റുപോയേക്കാം. പക്ഷെ തോക്കുന്നവൻ പോലും ഈ പങ്കെടുക്കാതിരിക്കുന്നവനേക്കാൾ മിടുക്കനാണ് എന്ന് നിങ്ങളൊന്ന് അറിയണം. കാരണം അവൻ ആ മത്സരം കഴിയുമ്പോൾ മാത്രം പരാജയപ്പെട്ടവനാണ് എന്നുള്ളത് നിങ്ങളുടെ കുട്ടികളോടും അതുപോലെ ബാക്കിയുള്ളവരോടും കൂടി പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കാര്യത്തിൽ നിങ്ങളതൊന്നും അപ്ലൈ ചെയ്യണമെന്നില്ല. ഇനി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പ്രവചനത്തിൻ്റെ കാര്യത്തിൽ ഒരു തെറ്റ് പറ്റി. ഞാൻ മാത്രമല്ല, യഥാർത്ഥത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവചിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ തെറ്റുപറ്റി. ആകെ ഒരാൾക്ക് പോലും ഇത് കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞില്ല. അതിൽ ഒരേ ഒരാളാണ് ഇത് ഏതാണ്ട് അടുത്ത് വരുന്ന ഒരു പ്രവചനം നടത്തിയത്. അത് CP റാഷിദാണ്. പക്ഷേ ഈ CP റാഷിദ് അടക്കമുള്ള എല്ലാവർക്കും തന്നെ നിരവധി തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ അദ്ദേഹത്തെ കുറച്ച് കാണുകയല്ല, പക്ഷേ ആ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വരാം. കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? ഏറ്റവും ആദ്യത്തെ പ്രീപോൾ സർവേകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ പ്രീപോൾ സർവേകളിൽ മാതൃഭൂമിയുടെ സർവേ, അതുപോലെ തന്നെ നിരവധി ആളുകളുടെ സർവേ, ആ സർവേകളെല്ലാം തന്നെ മണിക്കൂറുകളോളം എടുത്ത് വളരെ കൃത്യമായി അനലൈസ് ചെയ്യുകയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂസുകളെല്ലാം തന്നെ കവർ ചെയ്യുകയും അങ്ങനെ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കുന്നതിലൂടെയുമാണ് ഞാൻ എല്ലാ പ്രവചനങ്ങളും തന്നെ നടത്തിയിട്ടുള്ളത്. മിക്കവാറും കേരളമാകുമ്പോൾ കുറേ കൂടി നമ്മൾ യാത്ര ചെയ്യാറുണ്ട് എന്നുള്ളതൊക്കെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അല്ലാതെ നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സർവേ ഒന്നും നടത്തിയിട്ടില്ല. ഞാൻ നടത്തിയ ഒരു സർവേകളിലും ഇന്ന് വരെ എൻ്റെ അനാലിസിസും എൻ്റെ ഫൈൻഡിങ്സും ഒന്നും തെറ്റിപ്പോയിട്ടില്ല എന്നുള്ളത് ഒരു അഹങ്കാരമല്ല, വളരെ വിനയത്തോടു കൂടി തന്നെ നിങ്ങളോട് പറഞ്ഞോട്ടെ. പക്ഷേ ഞാൻ പേഴ്സണലി പറഞ്ഞിട്ടുള്ള 10-11 തെരഞ്ഞെടുപ്പുകളിൽ ആ ഒരു 2-3 മാത്രമാണ് തെറ്റിപ്പോയിട്ടുള്ളത് എന്നുള്ളത് കൂടി എനിക്ക് നിങ്ങളോട് പറയാൻ മടിയൊന്നുമില്ല. കാരണം അങ്ങനെ 100% ശരിയാക്കിയിട്ടുള്ള ആരുമില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഒരാളെന്ന് പറയുന്നത് CP റാഷിദാണ്. CP റാഷിദ് ശരിയാണ്, ഇത്തവണ അദ്ദേഹത്തിൻ്റെ പ്രവചനം കറക്റ്റാണ്. പക്ഷെ കഴിഞ്ഞ ലോക്സഭയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, കഴിഞ്ഞ ലോക്സഭയിൽ അദ്ദേഹം പ്രവചിച്ചത് BJPക്ക് കൂടുതൽ സീറ്റുകൾ വരുമെന്നായിരുന്നു. അതായത് മുൻപുണ്ടായതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ വരുമെന്നായിരുന്നു. അന്ന് ഞാൻ ക്രൈം ഓൺലൈനിൻ്റെ അവിടെ നന്ദകുമാറിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനും ഏതാണ്ട് 1 മാസം മുമ്പ് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കൃത്യമായി തെരഞ്ഞെടുപ്പിൽ ഇത്തവണ BJPക്ക് വോട്ട് കുറയും എന്ന് പറഞ്ഞൊരാളാണ്. അങ്ങനെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കുറയുമെന്ന് വിശദമായി പറഞ്ഞൊരാളാണ്. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ BJPക്ക് വോട്ട് കുറയുന്ന പ്രക്രിയ നമ്മൾ കണ്ടൊരാളാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ യോഗേന്ദ്ര യാദവിനെ പോലെയൊക്കെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സഫോളജിസ്റ്റുകൾ പോലും അത് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ഒരു ദിവസം രാവിലെ 7 മണി മുതൽ ഏതാണ്ട് രാത്രി 1 മണി വരെ 2 മണി വരെ വർക്ക് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഗ്യാപ്പിൽ ഇടയ്ക്ക് വെച്ചിട്ട് വന്നിട്ടാണ് ഞാൻ ആലപ്പുഴയിൽ നിന്ന് വന്ന് ആ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർ അറിയണം. എന്ന് പറഞ്ഞാൽ ഞാനൊരു വീരവാദം മുഴക്കമല്ല, ഞാൻ പറഞ്ഞത് അന്ന് ശരിയായിരുന്നു. പക്ഷെ അന്ന് റാഷിദിന് തെറ്റി എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന വലിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള പ്രശാന്ത് കിഷോറിനും തെറ്റി എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അന്ന് ശരിയായിട്ടുള്ള അപൂർവം ചിലരൊരാൾ യോഗേന്ദ്ര യാദവും ഞാനും മാത്രമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള കുറേ ആളുകൾക്കാണ് അത് ശരിയായിട്ടുള്ളത്. പരകാല പ്രഭാകർ ഇതിനേക്കാൾ കുറവ് സീറ്റുകളിലേക്ക് 220ഓളം സീറ്റുകളിലേക്ക് എത്തും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പ്രവചനങ്ങളിൽ ആർക്കും തന്നെ തെറ്റുകൾ പറ്റാം എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമല്ലാതെ ഞാൻ റാഷിദിനെ മോശമാക്കി കാണിക്കാൻ ഒന്നും വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ വലിയ തോതിൽ വിമർശിക്കപ്പെടില്ല. അതിൻ്റെ കാരണം വളരെ ബോൾഡായി കൃത്യമായി അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയൊന്നും കാര്യം പറയാറില്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമാണ് ചെയ്യുന്നത്.
ഞാൻ കുറച്ചുകൂടി റിസ്ക് എടുക്കുന്ന ഒരാളാണ്. ആ റിസ്ക് എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കൃത്യമായി കാര്യങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 18,600 വോട്ടുകളിലധികം നേടി ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 18,840 വോട്ടുകളാണ് കിട്ടിയത്. അതുപോലെ 36,400ഓളം വോട്ടുകൾ നേടി ജയിക്കും പുതുപ്പള്ളിയിൽ എന്നുള്ളത് ഞാൻ വേറൊരു ചാനലിൽ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ഇതെല്ലാം വീഡിയോ ഉള്ളതാണ്. അവിടെ 37,000-ലധികം വോട്ട് നേടിയാണ് പുതുപ്പള്ളിയിൽ ജയിച്ചത്. ഇതുകൂടാതെ മാത്യു സാമുവലിലേക്ക് ചാനലിൽ ഇരിക്കുമ്പോൾ അവിടെ നിങ്ങൾക്കറിയാം അന്നേരം അതൊരു പ്രോ സംഘപരിവാർ ചാനലായിരുന്നു. ആ ചാനലിൽ ഇരുന്നുകൊണ്ട് കോൺഗ്രസ് കർണാടകത്തിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 130-നും 140-നും ഇടയിൽ സീറ്റിലൂടെ തെരഞ്ഞെടുപ്പിന് അധികാരത്തിൽ വരുമെന്നും 19 വലിയ 20-ൽ താഴെയുള്ള സീറ്റുകളിലേക്ക് ജനതാദൾ തകർന്നു പോകുമെന്നും ഞാൻ പറഞ്ഞൊരാളാണ്. അങ്ങനെ അക്ഷരം പ്രതി ശരിയായിട്ടുള്ളതാണ് ആ പറയുന്ന പ്രവചനങ്ങളെല്ലാം തന്നെ. പിന്നെ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പടക്കം നിരവധി തെരഞ്ഞെടുപ്പുകൾ ഞാൻ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ ചാനലിൽ തന്നെ കിടക്കുന്ന ഒരു പ്രവചനമുണ്ട്. അതെന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പാണ്. ആ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രവചിച്ച യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന വളരെ റിനൗണ്ട് ആയിട്ടുള്ള അദ്ദേഹത്തെ ഒന്നും ഞാൻ കുറച്ച് കാണുകയല്ല. അദ്ദേഹം പറഞ്ഞത് തെറ്റിപ്പോയി, പക്ഷെ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ അനായാസമായിട്ടുള്ള ഒരു ജയം ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ വളരെ വിശദമായി പഠിച്ച് എഫേർട്ട് ഇട്ട് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇത്തവണയും യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് ചെറിയ സംശയങ്ങൾ ഏറ്റവും ഒടുവിലായപ്പോൾ തോന്നിയിരുന്നു. പക്ഷെ അങ്ങനെ തിരുത്തുന്നത് എൻ്റെ ഒരു രീതിയല്ല. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞതിൽ നിന്ന് പിന്നീട് പിന്നോട്ടൊന്നും പോകാറില്ല. അത് തെറ്റായാലും ശരിയായാലും അത് ഏറ്റെടുക്കാനുള്ള ധൈര്യവും ആർജവും എനിക്കുണ്ട്. കാരണം പ്രവർത്തിക്കുന്നവർക്ക് തെറ്റ് പറ്റും എന്നുള്ളത് കൊണ്ടാണത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തെറ്റുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വന്ന് എന്നോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എനിക്കത് ഒട്ടും തന്നെ എന്നെ ഏശാൻ പോകുന്നില്ല എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞോട്ടെ. UP തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിരവധി തെരഞ്ഞെടുപ്പുകൾ, കർണാടക തെരഞ്ഞെടുപ്പടക്കം ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിക്കണം. ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഒരു സർവേകളിൽ പോലും കൃത്യമായിട്ടുള്ള റിസൾട്ട് പറഞ്ഞിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 100-ലധികം ആളുകളെ സ്റ്റാഫിനെ എടുത്ത് നടത്തുന്ന സർവേകളിൽ, അതായത് ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഏജൻസിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുള്ള പ്രദീപ് ഗുപ്ത, അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന നിങ്ങൾ അറിയേണ്ട കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് നടത്തിയിട്ടുള്ള പ്രഡിക്ഷൻസ് എല്ലാ പോൾ ഏജൻസികളുടെയും തെറ്റിപ്പോയിരുന്നു. അതുപോലെ തന്നെ അവർ സ്റ്റുഡിയോ ഫ്ലോറിൽ ഇരുന്ന് കരഞ്ഞിരുന്നു. ഹരിയാനയിലെ പ്രവചനം ഇതുപോലെ തെറ്റിപ്പോയിരുന്നു, സ്റ്റുഡിയോ ഫ്ലോറിൽ ഇരുന്ന് കരഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ കേരളത്തിലെ പോലും പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത് മാക്സിമം വന്നാൽ 90 സീറ്റാണ്. മറുനാടൻ ഷാജൻ്റെ സർവേകളിൽ പോലും 81 മുതൽ 90 വരെ സീറ്റുകൾ നേടാം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ തെറ്റിപ്പോയിരുന്നു. തെറ്റിപ്പോകുന്നതൊന്നും ഞാൻ കളിയാക്കിയിട്ടില്ല എന്നുള്ളത് പറയട്ടെ. പക്ഷേ ഈ എക്സിറ്റ് പോളുകൾ എന്ന് പറഞ്ഞും പോസ്റ്റ് പോളുകൾ എന്നും പറഞ്ഞും അവർ ചെയ്യുന്നത് അതല്ല എന്നുള്ളതും അവർ ചെയ്യുന്നത് ശാസ്ത്രീയമല്ല എന്ന് പറയുന്ന വിമർശനമാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. അത് ഞാൻ ഇപ്പോഴും കൃത്യമായിട്ട് ഉന്നയിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറഞ്ഞുകൂടെ, ഞാനൊരു സർവേ ഓൾ കേരള ലെവലിൽ നടത്തിയിട്ടുള്ള ഒരു റിസൾട്ടാണ് പുറത്തുവിടുന്നതെന്ന് പറഞ്ഞുകൂടെ? അങ്ങനെ റിസൾട്ടാണ് ഞാൻ പുറത്തുവിടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രസിദ്ധീകരിക്കാനായിട്ട് മാധ്യമങ്ങളുണ്ടാവില്ല എൻ്റെ കമ്പനിയുടെ പേരിൽ. ഞാനത് ചെയ്യാത്തത് അത്തരത്തിലുള്ള ഒരു കാര്യവും ഞാൻ ഇതേവരെ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. നാളെ ചെയ്യുമെന്നൊക്കെ അറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം, ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ വ്യർത്ഥമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രശസ്തിയും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ എടുത്തത് എല്ലാ സർവേകളും എല്ലാ പ്രഡിക്ഷൻസും ഞാൻ ശരിയായിട്ടുണ്ട്. ഇനി ശരിയാകാത്തതുണ്ട്, അതും നിങ്ങളോട് തുറന്നു പറയാം. തൃശ്ശൂരിലെ ഇലക്ഷനിൽ ഞാൻ പ്രിഡിക്റ്റ് ചെയ്തു. അതെനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയത് തൃശ്ശൂരിലെ ഇലക്ഷനാണ്. ഇതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. കാരണം തൃശ്ശൂരിൽ ഞാനൊരു 8 മാസം പാർലമെൻറ്റ് മണ്ഡലത്തിൽ വലിയ തോതിൽ ചില വർക്കുകൾ ചെയ്ത ഒരാളാണ്. ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് 2 മാസം മുമ്പ് വരെ അങ്ങനെ തെരഞ്ഞെടുപ്പുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും അത് തെറ്റിപ്പോയപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയ വറിയായിരുന്നു. കാരണം 28% BJP വോട്ട് 44% എങ്ങനെയായി എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഞാനത് വിശദമായി പഠിക്കാൻ തീരുമാനിച്ചു. പഠിച്ചതിന് ശേഷം 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനാണ് വളരെ കൃത്യമായി, അതിൻ്റെ ഡാറ്റാ ഷീറ്റ് എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ നേരത്തെയുള്ള KM ഷാജഹാൻ എന്നെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതിൽ ആ ഡാറ്റാ ഷീറ്റ് കാണിച്ചിട്ടുണ്ട്. ഞാൻ അയച്ചു കൊടുത്ത ഡാറ്റാ ഷീറ്റാണ്. അതായത് 11% വരുന്ന വോട്ട് വർധനവ് അഭൂതപൂർവമായിട്ടുള്ള മറ്റൊരു മണ്ഡലത്തിലും എല്ലാ മണ്ഡലങ്ങളിലും 2019 അപേക്ഷിച്ച് 20,000-ലധികം മാത്രം വോട്ട് വർധനവുള്ളപ്പോൾ തൃശ്ശൂരിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, 2019 അപേക്ഷിച്ച് 86,000-ലധികം വോട്ടുകൾ കൂടി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാനിവിടെയുള്ള വളരെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളോട് സംസാരിക്കുകയും അവർ തന്നെ അത്ഭുതം കൂറുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ പോലും ഈ കണക്കുകൾ എടുത്തിരുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. കൂടാതെ അത് ക്ലെയിം എനിക്ക് തെളിയിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ ചില കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി. അതും എന്നെ വല്ലാതെ ഒന്ന് ഉലച്ചിരുന്നു. കാരണം നിലമ്പൂരിൽ ഞാൻ ഏറ്റവും ഒടുവിലത്തെ ദിവസം വരെ 25 ദിവസം ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരാളാണ്.
അങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾ എൻ്റെ റീഡിംഗ് തെറ്റിപ്പോകാൻ പാടില്ലാത്തതാണ്. അവിടെ എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആര്യാൻ ഷൗക്കത്ത് ജയിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഏറ്റവും ഒടുവിലേക്ക് എത്തിയപ്പോൾ ആര്യാൻ ഷൗക്കത്ത് ജയിച്ചതിൻ്റെ കാര്യം പോലും അവിടെ PV അൻവർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഏറ്റവും ഒടുവിൽ ചില കാര്യങ്ങളുടെ ഭാഗമായി, അതെനിക്ക് തുറന്നു പറയാൻ പറ്റില്ല, അത്തരം കാര്യങ്ങളുടെ ഭാഗമായി അദ്ദേഹം കൊട്ടിക്കലാശം നടത്താതിരിക്കുകയും നിശബ്ദ പ്രചരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം ഉച്ചയ്ക്ക് വന്ന് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുകയും ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ആ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായി അന്ന് നടന്നിട്ടുള്ള സ്മൃതി വരത്തിക്കാടിൻ്റെ ചർച്ചയിൽ സജീവൻ ഇരുന്നു കൊണ്ട് ഏതാണ്ട് UDF-ഉമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു ഈ PV അൻവർ, അതുകൊണ്ട് ആ വോട്ടുകൾ കൂടി ഈ അൻവറിന് കിട്ടും എന്ന് പറഞ്ഞതാണ്. അൻവർ തന്നെ ആ പത്രസമ്മേളനത്തിൽ ഞാൻ ജയിച്ചില്ലെങ്കിൽ പിന്നെ ആര് ജയിക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് ആര്യാൻ ഷൗക്കത്ത് ജയിക്കണമെന്ന് പറഞ്ഞത് ഒരു സൂചനയായി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസം ആ മണ്ഡലങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ഏതാണ്ട് PV അൻവർ സ്വന്തം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു എന്ന് പറയുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. ഇത് ഞാൻ അന്ന് ചാനലിൽ വിളിച്ച് സംസാരിച്ച ഒരാളാണ്, ഞാൻ PV അൻവറിനോടൊക്കെ സംസാരിച്ച ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് തെറ്റ് പറ്റിയെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇത്തവണ ഒരു ചെറിയ മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുണ്ട് എന്ന് ഞാൻ കരുതുന്ന ഒരു കാര്യം, ഞാൻ കൂടുതലായി മറ്റ് ചില രേഖകളെയും എൻ്റെ ഇൻട്രാക്ഷൻസ് കൂടുതലായി CPM അനുകൂല നേതാക്കന്മാരും അവരുമായിട്ടൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും അതെന്നെ ഒരു സ്ലൈറ്റായിട്ടെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തോ എന്നുള്ളത് ഞാൻ പരിശോധിച്ച് വരുന്നൊരു കാര്യമാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസുകൾ ഒന്നുമില്ലാതെ വളരെ ഹോണസ്റ്റായി സിൻസിയറായിട്ട് തന്നെയാണ് ഇത്രയും കാലത്തെ എൻ്റെ പ്രവചനങ്ങൾ മുഴുവൻ ഞാൻ നടത്തിയിട്ടുള്ളത്. അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള ബാധ്യതകൾ ഞാൻ ഏറ്റെടുക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ എനിക്ക് തെറ്റി എന്ന് പറയുമ്പോൾ കേരളത്തിലും ഇന്ത്യയിലും നടത്തിയിട്ടുള്ള നിരവധി ഏജൻസികൾ, ഈ പറയുന്ന പോലെ ചാണക്യ അടക്കമുള്ള നിരവധി ഏറ്റവും ഒടുവിലത്തെ ഏജൻസികൾക്ക് പോലും വലിയ തെറ്റുകൾ വന്നിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാർട്ടി വോട്ടുകളിൽ വിള്ളൽ ഉണ്ടായതാണ്. കാരണം അവരാരും തന്നെ ഒരു സർവേക്കാരോടും ഒരു സർവേയറോടും ഇതൊന്നും കൃത്യമായി പറയാൻ സാധ്യതയില്ല എന്നുള്ളതും അത് വളരെ ഒരു നിശബ്ദ തരംഗമായിരുന്നു എന്നുള്ളതുമൊക്കെ തന്നെ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇനി മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വരാം. യഥാർത്ഥത്തിൽ LDF-ന് ഒരു വലിയ പരാജയമുണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ആ വാസ്തവത്തിനിടയിലും ചില വസ്തുതകളുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. 2016 LDF-ന് കിട്ടിയത് 43.48% വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ LDF-ന് മൊത്തം കിട്ടിയത് 87 ലക്ഷം വോട്ടുകളാണ് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർ കേട്ടിരിക്കണം. ആ 87,28,934 വോട്ടുകളാണ് അന്ന് കിട്ടിയത്. അതായത് 43.48%. 2021 വരുമ്പോൾ വലിയ വർധനവ് അതിനകത്തുണ്ടായി. ഏതാണ്ട് ഒരു 7 ലക്ഷം വോട്ടുകളുടെ വർധനവുണ്ടായി. അത് 45.43% എന്ന് പറഞ്ഞാൽ 94,34,413 വോട്ടുകളാണ് കിട്ടിയത്. അതായത് 94,34,413. ഓർക്കണം, 2016 കിട്ടിയത് 87 ലക്ഷത്തിനടുത്തുള്ള വോട്ടുകളാണെന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തവണ കിട്ടിയേക്കുന്ന വോട്ടുകൾ എത്രയാണെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. അതുകൂടി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി കാത്തുന്നത്. ഇത്തവണ വലിയ വർധനവ്, വലിയ ശോഷണം LDF-ന്റെ ശതമാനത്തിലുണ്ടായത് 45.33 നിന്ന് 37.66% കുറഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ തവണ പോൾ ചെയ്തത് 2,08,00,000 വോട്ടുകളാണ്. നിങ്ങൾ ആലോചിക്കണം, അതിന് 2016 2,02,00,000 വോട്ടുകളാണ്. അപ്പോൾ അതിൽ വലിയ കുറവുണ്ടായി. 37.66% കുറഞ്ഞു. പക്ഷേ അങ്ങനെ കുറഞ്ഞു എന്ന് പറയുമ്പോഴും LDF-ന് ഇത്തവണ കിട്ടിയിട്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ, 81,21,021 വോട്ടുകളാണ് എന്നുള്ളത് അറിയണം. അതായത് കഴിഞ്ഞ തവണയൊക്കെ കിട്ടിയതിനേക്കാൾ ഏതാണ്ട് ഒരു 13 ലക്ഷം വോട്ടുകൾ 2021 നിന്നും ഏതാണ്ട് ഒരു 6 ലക്ഷത്തോളം വോട്ടുകൾ 2016 നിന്നും LDF-ന് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷെ എങ്കിൽ പോലും 81,21,000 വോട്ടുകൾ LDF-ന് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ടോട്ടൽ പോൾ ചെയ്ത വോട്ട് 2,15,00,000. ഇതിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പോലും യഥാർത്ഥത്തിൽ LDF-ന് കിട്ടിയിട്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് 69,57,000. നമുക്കൊരു 70 ലക്ഷം എന്ന് കണക്കൂട്ടാം. ആ 70 ലക്ഷത്തിനേക്കാൾ നിങ്ങൾ അറിയേണ്ടത് ഒരു 11 ലക്ഷം കൂടി വോട്ടുകൾ വർദ്ധിപ്പിച്ചു എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണാതെ പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. അതായത് 2024 കിട്ടിയത് 65 ലക്ഷം വോട്ടുകളാണ് ലോക്സഭയിലേക്ക്. 65 ലക്ഷത്തിൽ നിന്ന് ഏതാണ്ട് 15 ലക്ഷവും
കഴിഞ്ഞ തവണ ഈ പറയുന്ന ലോക്കൽ ബോഡിയിൽ കിട്ടിയതിനേക്കാൾ 10 ലക്ഷം വോട്ടുകളും LDF വോട്ടുകൾ വർദ്ധിച്ചു എന്നുള്ളത് നിങ്ങൾ കാണണം. പക്ഷേ കഴിഞ്ഞ നിയമസഭയിലേക്കുള്ള വോട്ടുകളുടെ അത്രയും എത്താൻ കഴിയാതെ പോയി എന്നുള്ളതൊരു വാസ്തവമാണ്. അതേസമയം ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ചേഞ്ച് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF അഭൂതപൂർവമായിട്ടുള്ള പെർഫോമൻസ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് വലിയ നേട്ടമുണ്ടായത്. അത് 2016 UDF കിട്ടിയത് 78 ലക്ഷത്തി വോട്ടുകളാണ്. 2021 കിട്ടിയത് 82 ലക്ഷം വോട്ടുകളാണ്. അതായത് 39.47% വോട്ടുകളാണ് കിട്ടിയത്. വോട്ടുകളുടെ കാര്യത്തിലും അതുപോലെ തന്നെ പെർസെൻറ്റേജിൻ്റെ കാര്യത്തിലും അവർക്ക് വർധനമുണ്ടായി. 82 ലക്ഷം വോട്ടുകളാണ് അവർക്ക് കിട്ടിയത്. പക്ഷേ ആ 82 ലക്ഷത്തിൽ നിന്നും 18 ലക്ഷം വോട്ടുകൾ കൂട്ടിക്കൊണ്ട് 1,59,021 വോട്ടുകളിലേക്ക് എത്താനായിട്ട് UDF കഴിഞ്ഞു എന്നുള്ളത് ഒരു വാസ്തവമാണ്. NDAക്ക് 31,08,831 വോട്ടുകൾ കൂടിയാണ് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി ക്ലിയറാണ്. LDF സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വോട്ടുകൾ കുറഞ്ഞെങ്കിലും കഴിഞ്ഞ ലോക്സഭയിൽ കിട്ടിയതിനേക്കാൾ 15 ലക്ഷത്തോളം 16 ലക്ഷത്തോളം വോട്ടുകൾ കൂടുകയും ലോക്കൽ ബോഡിയിൽ കിട്ടിയതിനേക്കാൾ ഏതാണ്ട് 10 ലക്ഷത്തോളം വോട്ടുകൾ 11 ലക്ഷത്തോളം വോട്ടുകൾ കൂടുകയും ചെയ്തു എന്നുള്ള വസ്തുത കൂടി നമ്മൾ കാണാതിരിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വലിയ കണക്കുകളുടെയും ആ കണക്കുകൾ എടുക്കാനുള്ള എഫേർട്ടുകളുടെയും കൂടി ഭാഗമായിട്ടാണ് നിങ്ങൾ അറിയേണ്ടത് നമ്മളൊരു പ്രവചനം നടത്തുന്നത്. ആ 10 എണ്ണത്തിൽ ഞാൻ നടത്തിയിട്ടുള്ള പ്രവചനങ്ങളിൽ 8 എണ്ണവും ശരിയാണ് എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. നമ്മുടെ കൺട്രോളിൽ പെടാത്ത ചില കാര്യങ്ങൾ കൊണ്ട് ഒറ്റയ്ക്കിരുന്ന് നടത്തുന്നൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ലിമിറ്റേഷൻസ് ഒക്കെ കൊണ്ടും ചില മിസ്റ്റേക്കുകൾ പെട്ടാണ്ട്. പക്ഷേ എങ്കിൽ പോലും ഏതാണ്ട് 90-95% സ്ട്രൈക്ക് റേറ്റ് ഉള്ളതാണ് എന്നുള്ളത് പറഞ്ഞോട്ടെ. ഇനി മറ്റൊരു കാര്യം കൂടി, ഞാനിത് പ്രൊഫഷണലി തന്നെ ചെയ്യുന്ന ഒരാളാണ് കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചില സർവേകൾ നടത്തിയിട്ടുണ്ട്. ആ സർവേകളിൽ ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കാലിക്കറ്റ് കോർപ്പറേഷനിൽ ഞാൻ പറഞ്ഞ റിസൾട്ടും ഞാൻ എടുത്തിട്ടുള്ള വർക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞോട്ടെ. 26 മുതൽ 31 വരെ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. 28 സീറ്റാണ് കാലിക്കറ്റ് കോർപ്പറേഷനിൽ കിട്ടിയത്. 5 സീറ്റുകൾ നഷ്ടപ്പെട്ടത് 143 വോട്ടുകൾക്കാണ്. ഞാനിതിൻ്റെ ഈ ചാനലിൽ തന്നെ അത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ നിലമ്പൂരിൽ ഞാനൊരു സർവേ നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ വീഡിയോയിലൂടെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പബ്ലിഷ് ചെയ്തതിൽ ഞാൻ പറഞ്ഞിരുന്നു PV അൻവർ കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ 32,000 വോട്ടുകൾക്ക് അവിടെ ആര്യാൻ ഷൗക്കത്ത് ജയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സർവേകൾ നടത്തി പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും തന്നെ ഇതുവരെ ഭാഗ്യം കൊണ്ട് തെറ്റുപറ്റിയിട്ടില്ല. പക്ഷെ അതുപോലും ഈ ആക്സിസ് മൈ ഇന്ത്യ പോലെ ഇന്ത്യയിലെ വലിയ ഏജൻസികൾ പോലെയുള്ള എല്ലാ ഏജൻസികൾക്കും തന്നെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നും പോൾ സ്ട്രാറ്റജിസ്റ്റുകളായിട്ടുള്ള വലിയ പ്രശാന്ത് കിഷോർ അടക്കമുള്ള ആളുകൾക്ക് വലിയ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്നും യഥാർത്ഥത്തിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള വലിയ നിങ്ങൾ അറിയേണ്ടത് വലിയ സഫോളജിസ്റ്റുകളായിട്ടുള്ള യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള ആളുകൾക്ക് കഴിഞ്ഞ ഈ പറയുന്ന പോലെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വലിയ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്നും ബീഹാറിലടക്കം തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നും കൂടി നിങ്ങൾ ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് തെറ്റ് പറ്റാത്ത ആരെങ്കിലും ഈ പ്രവചനം നടത്തുന്നവരിലുണ്ട് എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചു പോകരുത്. ആകെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ അവസാനത്തെ പ്രവചനം അത് വളരെ കൃത്യമാണെങ്കിൽ അത് വലിയ തോതിൽ ആഘോഷിക്കപ്പെടുകയും അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എതിർ പാർട്ടിക്കാർ നമ്മളെ കുറ്റം പറയുകയും ഒക്കെ ചെയ്യും എന്നുള്ളതൊരു വാസ്തവമാണ്. ഇത്തരത്തിൽ നിങ്ങൾ എന്നെ എതിർക്കുന്നതൊക്കെ തന്നെ എനിക്ക് വലിയ എനർജി ഉണ്ടാക്കും എന്നുള്ളതാണ് ഞാൻ യാഥാർത്ഥ്യമായിട്ട് പറയാനുള്ളത്. ഞാനിത് അഹങ്കാരമായിട്ടൊന്നും പറഞ്ഞല്ല, വളരെ സത്യസന്ധമായി പറഞ്ഞതാണ്. പക്ഷെ എങ്കിൽ പോലും അവരോടൊന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. കാരണം അവർ നമ്മളെ വിശ്വസിച്ച് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ എടുത്ത് നമ്മുടെ വീഡിയോ കണ്ടവരാണ്, അതിനോട് അവർ വിശ്വാസം പുലർത്തിയവരാണ്. അതുകൊണ്ട് അവർ തെറ്റിപ്പോകുമ്പോൾ അവർക്ക് പ്രതികരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട് എന്നുള്ളത് പറയട്ടെ. അത് റൈറ്റ് സെൻസിൽ എടുക്കുകയും മണിക്കൂറുകൾ ഉറക്കവിളച്ച് ഞാൻ വീണ്ടും വർക്ക് ചെയ്യുകയും അടുത്ത തെരഞ്ഞെടുപ്പുകളിലും ഞാൻ ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് വരികയും ചെയ്യും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തെറ്റുകളിൽ നിന്ന് നിലമ്പൂരിലാണെങ്കിലും അതുപോലെ തന്നെ തൃശ്ശൂരാണെങ്കിലും ഒക്കെ തെറ്റിയപ്പോൾ എന്തുകൊണ്ട് തെറ്റി എന്ന് ചിന്തിക്കുകയും അതിന് റെക്ടിഫൈ ചെയ്യാനും ഉള്ള ആർജവം എനിക്കുണ്ട് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ. അതുകൊണ്ട് നിങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അവിടെ പരാജയപ്പെടുകയും ചെയ്താൽ പോലും ആ പരാജയപ്പെടുന്നവർ കണ്ടു നിന്നവരെക്കാൾ
മിടുക്കരാണ് എന്ന് പറയുന്ന ഒരു ബോധ്യം നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ അറിയുന്നവർക്കുമൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുകയും, അല്ലാതെ മത്സരത്തിൽ പങ്കെടുത്ത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കേട്ട് കളിയാക്കുമെന്നും ബാക്കിയുള്ളവരോട് ചെയ്യരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്നോട് ചെയ്തോളൂ, അത് കുഴപ്പമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടൊന്നും എന്നെ തളർക്കാനോ എൻ്റെ ഒരു നിമിഷം പോലും കളയാനോ നിങ്ങൾക്കാവില്ല എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എൻ്റെ ക്രൈം ഓൺലൈനിൽ ഞാൻ വീഡിയോ ഇൻ്റർവ്യൂകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുള്ളൊരു കമൻറ്റാണ്. ആ കമൻറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാചകം എന്ന് പറയുന്നത്, ഒരു ഉളുപ്പുമില്ലല്ലോ എന്നാണ്. തോൽക്കാൻ അല്ലെങ്കിൽ ജയിക്കാനാണെങ്കിലും ഒരു ഉളുപ്പുമില്ല. തോൽക്കാതെ ഇന്ന് വരെ ആരും ജയിച്ചിട്ടില്ല. പലപ്പോഴും നമ്മളെക്കാൾ മഹാന്മാരായിട്ടുള്ള ആളുകൾ നൂറുകണക്കിന് തെറ്റുകൾ നമ്മളെക്കാൾ കൂടുതൽ വരുത്തിയവരാണ്. പക്ഷെ എന്നിട്ടും ശ്രമിച്ചവരാണ്. തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ബൾബ് കണ്ടുപിടിച്ച ഒരാൾ 10,867 തവണ സ്വന്തം തെറ്റുപറ്റിയ ഒരാളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, ഈ പറയുന്ന പോലെ ആ തെറ്റുപറ്റിയതിന് ശേഷവും ബൾബ് വലിച്ചെറിഞ്ഞ് വീട്ടിൽ പോയിരിക്കാതെ അദ്ദേഹം വീണ്ടും അതിനുവേണ്ടി ശ്രമിച്ച ഒരാളാണ്. അങ്ങനെ അദ്ദേഹം ബൾബ് എന്ന് പറയുന്നത് ഇൻവെൻറ്റ് ചെയ്ത ഒരാളാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാചകമാണ്, 10,867 times I found out എ ബൾബ് എങ്ങനെ വർക്ക് ചെയ്യില്ല എന്ന് ഞാൻ കണ്ടുപിടിച്ച ഒരാളാണ്. അതുകൊണ്ട് അത്തരം വാചകങ്ങൾ മനസ്സിലേറുന്ന എന്നോട് നിങ്ങളുടെ വിമർശനങ്ങൾ ഞാൻ വളരെ വളരെ ഈ പറഞ്ഞ പോലെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുമെന്ന് ഉറക്കെ പറഞ്ഞോട്ടെ. ഒരു കാര്യത്തിൽ ഇപ്പോഴും നന്ദിയുണ്ട്. അത് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതിന്, എന്നെ വിമർശിക്കാൻ സമയം കണ്ടെത്തുന്നതിന് വളരെ വളരെ നന്ദി. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ചാനലിൽ നമ്മുടെ മെമ്പർഷിപ്പ് ഉണ്ട്. അതെടുക്കാൻ താല്പര്യമുള്ളവർക്ക് മെമ്പർഷിപ്പ് എടുക്കാം. ഒരു മാസം 179 രൂപയാണ് അതിൻ്റെ ചാർജ്. അടുത്തത് ലെവൽ 2-ൽ 359 രൂപയാണ്. അതെടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. കൂടാതെ നമുക്ക് അല്ലാതെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് ഒരു ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും കൂടി വെച്ചിട്ടുണ്ട്. അതൊക്കെ താല്പര്യമുള്ളവർക്ക്, സപ്പോർട്ട് ചെയ്യണമെന്നുള്ളവർക്ക്, ഈ ചാനൽ നിലനിൽക്കണമെന്നുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു തെറ്റുകളിലൂടെയല്ല, നൂറുകണക്കിന് തെറ്റുകൾ നിങ്ങളുടെ കുട്ടികളാണ് വരുത്തുന്നതെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, തെറ്റുകൾക്ക് വരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ ആ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ തയ്യാറാകണമെന്നാണ്. അത്തരത്തിൽ പഠിച്ചിട്ട് മാത്രം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ലെഫ്റ്റ് ലീനിയൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കൂടി എത്തിപ്പോയതിന് ചില പ്രശ്നങ്ങൾ എൻ്റെ സർവേ ഫലങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ഇനി മുതൽ പരിശോധിക്കുന്നതാണ്. സാധാരണ ഞാൻ അത്തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസുകൾക്കും പെടാറില്ല. പക്ഷെ ഇത്തവണ നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ വിളിക്കുകയും എൻ്റെ മനസ്സിൽ തന്നെ നിങ്ങളിപ്പോൾ എന്നെ വിമർശിക്കുന്ന പോലെ തെറ്റായ വിമർശനങ്ങൾ CPM-നും പിണറായി വിജയനും ഉണ്ടാകുന്നു എന്ന് പറയുന്ന ധാരണകളുമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ കേരളം പോലുള്ള സംസ്ഥാനത്ത് കണ്ടെത്തുക കുറേ കൂടി ബുദ്ധിമുട്ടാണെന്നും എല്ലാ സർവേകളും തന്നെ ഏതാണ്ട് തെറ്റുകയും വളരെ അപൂർവം ചില സർവേകൾ മാത്രം അടുത്തു വരികയും ചെയ്തുള്ളൂ എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതൊന്നും കൊണ്ട് നിങ്ങൾ എൻ്റെ തെറ്റുകളോട് ഒരു കാരണവശാലും അത് വളരെ ടോളറൻ്റായി സഹിഷ്ണുതയോടെ എടുക്കണമെന്നൊന്നും പറയില്ല. നിങ്ങൾക്ക് കഠിനമായി വിമർശിക്കാം, കൺസ്ട്രക്റ്റീവായി വിമർശിക്കാം. ആ വിമർശനങ്ങൾക്ക് ഞാൻ തയ്യാറാണ്, അത് വായിക്കാനും അറിയാനും എന്ന് മാത്രമേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൂ. അതുകൊണ്ട് ഇത്തവണ തെറ്റി, പക്ഷെ തീർച്ചയായും ശരിയാക്കിയ വേറെ ഈ പറഞ്ഞ പോലെ 95% പ്രവചനങ്ങളും എൻ്റേതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പണി ഞാൻ തുടരും എന്നുള്ളത് വിനയത്തോടു കൂടി പറഞ്ഞു വെക്കട്ടെ.